എല്ലാവർക്കും നമസ്കാരം. വാഴ 2 എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വലിയ വിജയം നേടിയതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് കാലങ്ങളായിട്ടുണ്ടായ വിദേശ ഭ്രമത്തെ നല്ല രീതിയിൽ ഒന്ന് പൊളിച്ചെഴുതിയ ഒരു സിനിമ കൂടിയായിരുന്നു അത്. UK പ്രത്യേകിച്ചും സ്റ്റുഡൻറ് വിസയിലൊക്കെ പോകുന്ന പല കുട്ടികളും അനുഭവിക്കുന്നത് ഇതൊക്കെ കൂടെയാണ് എന്ന് കാണിച്ചു തന്ന ഒരു സിനിമ. ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന കുറച്ച് പിള്ളേര് 200 കോടിയൊക്കെ കളക്ഷൻ മേടിച്ച ഒരു സിനിമയ്ക്ക് കാരണക്കാരായപ്പോൾ അതിനുശേഷം കേരളത്തിലെ പല പ്രധാന യുവ നടന്മാരുമൊക്കെ വളരെയധികം വിനയം ശീലിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം എന്ന് കാണിച്ചു കൊടുത്ത മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു അധ്യായം കൂടിയായിരുന്നു ഈ വാഴ 2 എന്ന് പറയുന്ന സിനിമ എന്ന് പറയേണ്ടി വരും. അതെന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക. ആ സിനിമയിൽ 2 ആൺകുട്ടികൾ അവിടെ പല പ്രശ്നങ്ങളും നേരിടുന്നതാണ് നമ്മൾ കാണുന്നത്. സാമാന്യം ഒന്ന് ചിന്തിച്ച് നോക്കുക, അവിടെ 2 പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മാറുക? കേരളത്തിൽ നിന്നൊക്കെ സ്റ്റുഡൻറ് വിസയിൽ ഇങ്ങനെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പോകുന്നത് പെൺകുട്ടികളാണ്. ഇവരൊക്കെ അവിടെ നേരിടുന്ന പല പ്രശ്നങ്ങളും ചൂഷണങ്ങളും ഒക്കെ എന്താണ് എന്ന് ഇന്നും കേരളത്തിലുള്ള സമൂഹം തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പണ്ടത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമുണ്ട്. ഇതുപോലെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് 3-4 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ, അന്ന് അതൊന്നും പറഞ്ഞാൽ ആർക്കും ദഹിക്കുന്ന കാര്യമല്ല, എന്നിട്ട് കൂടി നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു യുവതിയുടെ ഒരു സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരനുഭവം തന്നെയാണ് ഈ പറയുന്നത്, അവരുടെ അനുവാദത്തോടെ തന്നെ. ഞാനൊക്കെ താമസിക്കുന്നിടത്ത് നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഫൊറോന പള്ളിയിലാണ്. അതാണ് അവരുടെ ഇടവക എന്ന് പറയാം. അതായത് ഒത്തിരി ഇടവകക്കാരും വളരെ അധികം ആളുകളും ഒക്കെയുള്ള ഒരു വലിയ ദേവാലയം എന്ന് പറയാം. അവിടെ തന്നെ ഇവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇവള് ഡിഗ്രി സെക്കൻഡ് ഇയറിനും മറ്റേ ആള് PG കഴിഞ്ഞ് എന്തോ ഒരു കോഴ്സും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് അവരുടെ പ്രായം. ഇവർ തമ്മിൽ എങ്ങനെയൊക്കെയോ പ്രണയത്തിലാകുന്നു. പള്ളിയിലൊക്കെ വെച്ച് തന്നെയാണ്. പിന്നെ ഇവർക്ക് കാണാനും പരസ്പരം സംസാരിക്കാനും ഒക്കെ അവർക്കൊരു വേദിയാകുന്നത് ഈ പള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരമാവധി അവിടെ വരാൻ ശ്രമിക്കുന്നു. ദിവസമൊക്കെ കുർബാനയ്ക്ക് വരുന്നു. ഈ പള്ളിയിൽ വരുമ്പോഴൊക്കെ ഇവർ പ്രത്യേകിച്ച് ഒന്നും ഒളിക്കാനില്ലാതെ ആത്മാർത്ഥമായ പ്രണയമാണ്. അതുകൊണ്ട് അവർ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു. അവിടെ ഒരു വലിയ മാവും അതിൻ്റെ തറയും ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് അവർ സ്ഥിരം സംസാരിക്കുക. ഒരാൾ ബൈക്കിനും മറ്റേ സ്കൂട്ടറിനും ഒക്കെ വന്നിട്ട്. പക്ഷേ ഒരുപാട് വലിയൊരു പള്ളിയാണെങ്കിലും, ഒരു ഫൊറോന പള്ളിയാണെങ്കിലും ഇത് അവിടെ വലിയൊരു വിഷയമാവുകയാണ്. ഇവരൊക്കെ പ്രേമിക്കാനാണോ പള്ളിയിൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈയിടെ ഒരു മെത്രാൻ തന്നെ പറഞ്ഞത്, കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് യുവാക്കൾ പള്ളിമുറ്റത്ത് കുറച്ചധികം സമയം ചിലവഴിക്കുക, അവിടെ നല്ല പ്രണയങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ റീച്ചൊക്കെ കിട്ടിയ കാര്യമാണ്. ഇങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ സമൂഹം. എങ്കിൽ പോലും ഈ തലമൂത്ത ആളുകൾക്കൊക്കെ ഇത് ചില സിസ്റ്റർമാർ കംപ്ലൈന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നീട് അസിസ്റ്റന്റ് വികാരി ഇതിൽ ഇടപെടുന്നു, വീട്ടുകാരെ അറിയിക്കുന്നു. എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ്. അതായത് ചെറിയ പിള്ളേരൊന്നും അല്ല, അത്യാവശ്യം പ്രായമുണ്ട്, അവർ ഡിഗ്രി PG ഒക്കെ നിൽക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും ഇതെന്തോ വലിയ തെറ്റ് പോലെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ പിള്ളേർ പലരും വഴിതെറ്റി പോകുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഒളിച്ചും പാത്തും പല സിറ്റികളിലുമൊക്കെ പോയി റൂം എടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചെറിയ പ്രായത്തിൽ പോലും നടക്കുന്നുണ്ട് കേരളത്തിൽ. ഇതിൻ്റെയൊക്കെ കാരണം യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ, പരസ്യമായിട്ട് ആരോഗ്യകരമായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സിസ്റ്റവും അനുവദിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതെല്ലാം സീക്രട്ടായിട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ രഹസ്യമായിട്ട് പല കാര്യങ്ങളിലും പോകുമ്പോഴാണ് ഇവർ പല ചതിക്കുഴികളിലും വീഴാനും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനും ഒക്കെ സാധ്യത കൂടുതൽ. അതായത് നമ്മുടെ അമിത സദാചാരം തന്നെയാണ് പ്രശ്നം. ഇവിടെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, 2 പേര് പ്രണയത്തിലാവുന്നു, അതിന് നാട്ടുകാർക്ക് എന്താണ്? പക്ഷെ ഇതൊരു വലിയ സീനാക്കിയിട്ട് ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇതൊരു വലിയ ഇൻസൾട്ടായിട്ട് തോന്നിയിട്ട് ഈ ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ പള്ളിയിൽ വന്നിട്ട് ഈ പരിപാടിയൊന്നും വേണ്ട, അവിടെ വെച്ച് നിങ്ങൾ സംസാരിക്കണ്ട. അങ്ങനെ നല്ലൊരു പ്രണയം അല്ലെങ്കിൽ പിന്നീട് വിവാഹത്തിലേക്കൊക്കെ എന്തെങ്കിലും പോകേണ്ട ഒരു കാര്യം മുളയിലെ നുള്ളിക്കളയുന്നു എന്ന് പറയാം. പക്ഷേ ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ഭയങ്കര മോണിറ്ററിംഗ് ആണ് എന്ന് പറയാം. പുറത്തിറങ്ങിയാൽ ഉടനെ തോന്നുമ്പോഴൊക്കെ വീഡിയോ കോളിൽ വന്നുകൊള്ളണം. എപ്പോഴെങ്കിലും ഈ കോൾ എടുത്തില്ലെങ്കിൽ അവർക്ക് സംശയമാണ്. ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കോളേജിലേക്ക് പോലും പലപ്പോഴും രക്ഷിതാക്കളൊക്കെ കൊണ്ടുവന്നാക്കുന്നു. കൂട്ടുകാരികളുടെ കൂടെ ചില സ്റ്റേ ഒക്കെ വേണ്ട രീതിയിൽ ഒരു ട്രിപ്പൊക്കെ വരുമ്പോൾ അതിനൊന്നും വിടുന്നില്ല. കൂട്ടുകാരികളെ പോലും എപ്പോഴും വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതിനു മാത്രം ഇവർ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറം പലതും ചെയ്ത് നടക്കുന്ന പലരും ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവർക്ക് 2 പേർക്കും ഉള്ളിൽ കള്ളത്തരമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർ പ്രണയത്തിലാവുന്നു, പള്ളിയിൽ വെച്ച് സ്ഥിരമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് പ്രശ്നമായത്. അതായത് നേരെ ചൊവ്വേ നടക്കുന്നവർക്കാണ് ഈ പ്രശ്നം മുഴുവൻ, അല്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണെങ്കിലും ഇവർ തമ്മിൽ പ്രണയം തുടരുന്നുണ്ടായിരുന്നു. ഇതും വീട്ടുകാർ കണ്ടുപിടിക്കുന്നു. ഒടുവിൽ അവർ തീരുമാനിച്ചത് ഈ പെണ്ണിനെ നാട് കടത്തുക. അതായത് യൂറോപ്പിലേക്ക്
കയറ്റി വിടുക. ഈ ഡിഗ്രിയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? പലരും ഈ കോഴ്സൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. അന്ന് ഈ പറയുന്ന UK-ലേക്കൊക്കെ IELTS വേണ്ട, കയറി പോകാമെന്നൊക്കെ വലിയൊരു സംഭവമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഇവളെ കിട്ടിയൊരു സ്റ്റുഡൻറ് വിസയിൽ ഒരു ബിസിനസ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയോ കയറ്റി വിട്ടു എന്ന് പറയാം. അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അവസാന വർഷവും കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ ഡിഗ്രി കിട്ടുമായിരുന്നു. അതുപോലും വേണ്ട എന്ന് വെച്ചിട്ട് അത്യാവശ്യം കാശുള്ള വീട്ടുകാരാണ്. അതുകൊണ്ട് കാശൊന്നും പ്രശ്നം ഉണ്ടായില്ല. 10-20 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് കയറ്റി വിടുകയാണ്. നാട് വിടാനായിട്ട് അതിനൊരു താല്പര്യവുമില്ല. മറ്റേ ആളുമായിട്ടുള്ള പ്രണയമൊക്കെ നിർത്താം എന്ന് പറഞ്ഞിട്ടൊന്നും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇവർക്കൊരു ഈഗോ ഹർട്ടായതുപോലെയാണ്. അതായത് ഇടവകയിലുള്ള പലരും ഒക്കെ പറഞ്ഞു ഇവർ തമ്മിൽ പ്രണയമാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോഴും തോന്നുന്ന ഒരൊറ്റ കാര്യമാണ്, അതിനിപ്പോൾ എന്താണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണ് ചില പഴഞ്ചൻ ആളുകളുടെ ചിന്താഗതികൾ. കുറേ കാലം കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് ചായയും കുടിച്ച് പെണ്ണ് കണ്ട് കെട്ടിച്ചു വിടാനായിട്ടൊന്നും ഇവർക്ക് ഒരു മടി ഉണ്ടാവില്ല. അതെന്ത് തന്നെയാവട്ടെ, ഇവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ച കാര്യം പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റുഡൻറ് വിസയിലൊക്കെ ഇതുപോലെയുള്ള പലയിടത്തും കയറി ചെല്ലുമ്പോൾ പലതും പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലാത്ത കോഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ ആ വാഴ 2 എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ചിന്തിച്ചു നോക്കുക. അവരതിൽ +2 പാസ്സാവുന്നത് പോലും കഷ്ടിച്ചാണ്. അങ്ങനെ കഷ്ടിച്ച് +2 പാസ്സാവുന്ന 2 പേര് ഈ പറയുന്ന UK പോലുള്ള രാജ്യത്ത് ഒരു കോഴ്സിന് ചെന്ന് ചേരുമ്പോൾ അതിനെന്ത് നിലവാരം ഉണ്ടാകും എന്ന് തന്നെ ഓർക്കുക. ദർ ഈസ് നോ ഫ്രീ ലഞ്ച് എന്ന് പറയാറുണ്ട്. അതായത് അവിടെ ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങ് വന്ന് കയറുക, എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു ഫീസ് മേടിക്കുക. ഇതാണ് അവിടെ നടക്കുക. ഈ പെണ്ണ് പോയത് എറണാകുളത്തുള്ള വളരെ പേര് കേട്ട ഒരു ഏജൻസി വഴിയാണ്. അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം ജോലികളൊക്കെ കിട്ടാൻ ഒരുപാടുമില്ല, അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടതെങ്കിലും ഒന്നാമത്തെ കാര്യം, ഇവൾക്ക് ഈ പറയുന്ന ആളെ പിരിഞ്ഞിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ തന്നെയാണെങ്കിലും വീട്ടിൽ നിൽക്കുന്നത് പോലെയല്ല പുറത്ത് പോകുമ്പോൾ. ആഗ്രഹിച്ച് പോകുന്നതാണെങ്കിൽ പിന്നെയും ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കാൻ പറ്റും. ഇത് ഇവൾക്ക് ഒരു താല്പര്യവും ഇല്ലാഞ്ഞിട്ടും ഇതിനെ ഒരു പനിഷ്മെന്റ് പോലെ കയറ്റി വിട്ടതാണ്. ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യം, ഈ പ്രേമിച്ചുകൊണ്ടിരുന്ന ആ ഒരു പയ്യന്റെ പേരിൽ ഇവർ ചില കേസുകളൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇവരുടെ കുടുംബത്തിൽ ചില വക്കീലന്മാരും പോലീസുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വഴി ഇവനെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് ഈ പയ്യൻ കൗൺസിലിങ്ങിനൊക്കെ പോവുകയാണ്, ഈ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ. അതിൻ്റെ കൂടെ ഇവളാണെങ്കിൽ ഇപ്പോൾ പുറത്ത് പോവുകയും ചെയ്തു. അതായത് ഇവള് തേച്ചിട്ട് പോയി എന്നുള്ളൊരു വിഷമമാണ് അവന് തോന്നുന്നത്. അല്ലെങ്കിൽ എങ്ങനെയും നാട്ടിൽ നിൽക്കാമല്ലോ. പക്ഷെ അവൾ എത്ര ശ്രമിച്ചാലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഇവർ കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ പിന്നീട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതായി. ഇത് ഇവനും വലിയ ബുദ്ധിമുട്ടാവുന്നു. അവൻ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഈ പെണ്ണിൻ്റെ കാര്യം ചിന്തിച്ചു നോക്കുക. നാടോ വിട്ടു, ഒരു താല്പര്യവുമില്ലാതെ അവിടെ നിന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ നേരിടേണ്ടി വരികയാണ്. അതിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് ആ പെണ്ണ് ചെയ്ത തെറ്റ്? വീട്ടുകാർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഈ പയ്യൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഫാമിലിയാണ്. നേരെ മറിച്ച് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള, അല്ലെങ്കിൽ വലിയ റബ്ബർ പ്ലാന്റേഷനും കാര്യങ്ങളും ഒക്കെയുള്ള അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കുടുംബത്തിലാണെങ്കിലും എല്ലാവരും വലിയ ജോലിക്കാരും ഉദ്യോഗസ്ഥരും വക്കീലും ഡോക്ടറും പോലീസും ഒക്കെയുള്ള ഒരു വലിയ ഫാമിലി. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലിയിലുള്ള ഈ പെണ്ണിന് ഒരു സാധാരണ, അവരുടെ ഫൊറോന പള്ളിയിലെയൊക്കെ തന്നെ ഒരു ഇടവകക്കാരനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരുത്തനുമായിട്ട് പ്രേമിക്കുന്നത് അവർക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ദുരഭിമാനം എന്ന് തന്നെ പറയാം. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ പെണ്ണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇത്രയും പ്രശ്നത്തിൻ്റെ കൂടെ അത് അവിടെ ചെന്നിട്ട് അതിന് ഈ പാർട്ട് ടൈം ജോലികളൊന്നും കിട്ടുന്നില്ല. അതിന് തന്നെ വീട്ടുകാരോട് വെറുപ്പായി. പിന്നെ വീട്ടിലോട്ട് കാശ് ചോദിക്കാനും മടി. 10 പൈസ കയ്യിലില്ലാതെ ഒരു പാർട്ട് ടൈം ജോലിയും ചെയ്യാതെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ്. അതിൻ്റെ വീട്ടിൽ അത് എങ്ങനെ ജീവിച്ചതാണ് എന്ന് ചിന്തിക്കണം. കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഒരാൾ ദിവസവും വീട്ടിൽ വന്ന് പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെയാണ് അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അതായത് അമ്മയും ആളുകളും ഒക്കെ ഉള്ളത് കൂടാതെ ഇത്രയും നല്ല രീതിയിൽ സൗകര്യങ്ങളിൽ ജീവിച്ച ഒരു പെണ്ണ് അവിടെ പോയി ഇതുപോലെ കഷ്ടപ്പെടുകയാണ്. +2-നൊക്കെ 92% മാർക്കോടെയൊക്കെയാണ് ഈ പെണ്ണ് പഠിച്ച് പാസ്സായത്. അതിനായിട്ട് BCom കംപ്ലീറ്റ് ആക്കാൻ പോലും സമ്മതിക്കാതെ ഈ UK-ലെ ഈ ബിസിനസ് കോഴ്സിന് കൊണ്ടുപോയി ചേർത്തിരിക്കുകയാണ്. അത് പഠിച്ചിട്ടാണെങ്കിൽ യാതൊരു കാര്യവുമില്ല. അതിൻ്റെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഭൂരിഭാഗം പേരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ വാഴ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം തന്നെ മലയാളികളാണ്. അങ്ങനെ കിട്ടിയാൽ ഭാഗ്യമാണ്. മിക്കവാറും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 40 പേരുണ്ടെങ്കിൽ അതിലൊരു 30 പേരും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. ഹിന്ദി ആദ്യം പഠിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുക. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത്യാവശ്യം കാശൊക്കെ തീർന്നപ്പോൾ ഇതിന് റെൻറ്റ് കൊടുക്കാനായിട്ട് വേറെ വഴിയില്ലാഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടുന്നുണ്ട്. അവിടെ തന്നെ അവൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പിള്ളേർ, അതായത്
വളരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഈ ഇന്ത്യക്കാരോട് ഏറ്റവും മോശമായിട്ട് പെരുമാറുക. അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്നുമില്ലെങ്കിലും അവർ ഈ വിവേചനമൊന്നും പുറത്ത് കാണിക്കാതെ എങ്കിലും പെരുമാറും. എന്നാൽ ഈ കുട്ടികളൊക്കെ അവരുടെ ഉള്ളിൽ കള്ളമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നിട്ടാണെങ്കിലും ഒരു ഇന്ത്യക്കാരിയൊക്കെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ദേഹോപദ്രവമുണ്ട്. അതുകൂടാതെ പല ഡയലോഗുകളും അവർ പറയും. വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. ഇതൊന്നും ഇവിടെ നിന്ന് പോകുന്നവരൊന്നും അങ്ങനെ പറയില്ല. നമ്മൾ ആകെ കാണുന്നത് അവരുടെ ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ ഓരോ പാർക്കിലും മരച്ചോട്ടിലും ഒക്കെ നിന്നിട്ട് ഓരോ ഫോട്ടോകൾ ഇട്ട് അവരവിടെ ജീവിതം അടിച്ചു പൊളിക്കുകയാണെന്ന് കരുതിയിട്ട് ഇതെല്ലാം കണ്ടിട്ട് പിന്നെയും ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലും. പിന്നീട് ഇവള് വേറെ വഴിയില്ലാതെ ഒരുപാട് പേര് ഒരു മുറിയിലൊക്കെ തന്നെ താമസിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറേണ്ടി വന്നു. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഇത്ര മുറിയൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റിലോ ഒക്കെ ഇത്ര പേരിൽ കൂടുതൽ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്ന കേസാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അടുക്കി അടുക്കി ഇട്ടിരിക്കുന്നത് പോലെ ഒന്നും സ്റ്റേ ചെയ്യാനൊന്നും സാധിക്കില്ല. എന്നിട്ടും ഇതൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ കുറഞ്ഞ സൗകര്യങ്ങളിൽ ഇതുപോലെ ഷെയർ ചെയ്ത്, അതായത് ഒരു പരിചയമില്ലാത്തവരായിരിക്കും, വേറെ വഴിയില്ല, റെന്റ് കൊടുക്കാൻ കാശില്ല, ആ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾക്ക് അവിടെ ജീവിക്കേണ്ടതായിട്ട് വന്നു. ഇവളുടെ കൂടെയുള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലേക്ക് കാശ് ചോദിക്കാനായിട്ട് വഴിയില്ല. കാരണം അവർ തന്നെയും വലിയ സ്വപ്നം കണ്ട് വീട്ടുകാരെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ബാധ്യതകളും അല്ലെങ്കിൽ വീട് പണയപ്പെടുത്തിയും ഒക്കെയാണ്, വലിയ ലോണും ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അതിന്റെ പലിശ അടയ്ക്കേണ്ടതുണ്ട്, ഭാവിയിൽ ആ തുകയും അടച്ചു തീർക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ പോട്ടെ, അവർക്ക് അവിടെ ഭക്ഷണത്തിനുള്ള വക പോലും അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള കാശ് പോലും പലർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. പാർട്ട് ടൈം ജോലി കിട്ടുന്നവർക്ക് പോലും അത് കിട്ടാതെ പോലും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സ്റ്റുഡന്റ് വിസയിലൊക്കെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെ സംബന്ധിച്ച് ഇവൾക്ക് വേണമെങ്കിൽ വീട്ടിൽ അത്യാവശ്യം വകുപ്പുള്ളവരാണ്, വീട്ടുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ അവളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാട്ടിലാണെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ ഒക്കെ പോകേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരുന്നു. വീട്ടുകാർ ഇത്രയും ദ്രോഹങ്ങൾ അവളോട് ചെയ്തിരിക്കുകയാണ്. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതും ഇതേ വീട്ടുകാർ കാരണമാണ്. അവൾ അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യവും അത് തന്നെയാണ്. നാട്ടിലായിരിക്കുമ്പോൾ ഈ പെണ്ണൊരല്പം ലേറ്റ് ആയിട്ട് വന്നാൽ എന്തിനു പോയി, എവിടെ പോയി, 100 ചോദ്യങ്ങളാണ്. അതിൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഒരു ട്രിപ്പിന് പോലും പറഞ്ഞു വിട്ടില്ല. കാരണം എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ആരാണ് കൂടെയുള്ളത് ഒന്നും അറിയില്ല. ഓരോ സമയത്തും വീഡിയോ കോൾ തന്നെ വിളിക്കണം, എവിടെയാണെന്ന് അവർക്ക് കാണണം. എന്തൊരു നിരീക്ഷണമാണ്. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ഇതൊന്നും അറിയണ്ട. യൂറോപ്പിലെ ഏതോ ഒരു രാജ്യത്ത് അവരിപ്പോൾ ആരുടെ കൂടെയാണ്, അവർ താമസിക്കുന്ന റൂമിൽ എത്ര പേരുണ്ട്, അവരിപ്പോൾ വീഡിയോ കോൾ ചെയ്താൽ അവരവിടെ എന്ത് ചെയ്യുകയായിരിക്കും. പണ്ട് ഒരു ദിവസം പോലും ഒരു ട്രിപ്പിന് വേണ്ടി സ്റ്റേ ചെയ്യാൻ സമ്മതിക്കാത്തവർ ഇപ്പോൾ വേറെ ഏതോ രാജ്യത്ത് എല്ലാ ദിവസവും അവരെ കാണാതെ നിൽക്കുന്നതിലോ ഒന്നും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ നന്മയൊന്നും അല്ല ഇവരുടെ ഉദ്ദേശം. നാട്ടുകാരുടെ മുൻപിലുള്ള അഭിമാനം കാക്കുക, അല്ലെങ്കിൽ ഇവരുടെ ദുരഭിമാനം, കപട സദാചാരം. നാട്ടിലൊന്ന് അനങ്ങാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്തവർക്കൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരുത്തനുമായിട്ട് ഒരു പെണ്ണ് സംസാരിച്ചാൽ അത് ആരാണ്, എന്താണ് എന്നൊക്കെ അറിയേണ്ട ആളുകൾക്ക് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇതാണ് ഇവള് ചോദിക്കുന്നത്. ഇവളുടെ സാഹചര്യം വ്യത്യസ്തമാണെങ്കിലും ഇവള് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവളുടെ കൂടെയുള്ള കുറേയധികം പിള്ളേര്, അതായത് ഈ ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിലേക്കൊക്കെ പോകണം, അവിടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊച്ചിയിലാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പുറം ലോകത്ത് ഈ സദാചാര കണ്ണുകളൊന്നുമില്ലല്ലോ. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ആരും ഒന്നും ചോദിക്കാനൊന്നും വരില്ല. അതായത് നല്ല സ്വാതന്ത്ര്യമല്ല ഉദ്ദേശിക്കുന്നത്, എന്തുമാകാം എന്നുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ ആഗ്രഹിച്ച് പുറത്തേക്കൊക്കെ പോകുന്നവരുമുണ്ട്. അവരുമൊക്കെ അവിടെ ഈ ഒരു അവസ്ഥയിലാണ് ജീവിക്കേണ്ടി വരിക. അതായത് ഫ്രീഡമൊക്കെ പിന്നെയല്ലേ, ഭക്ഷണത്തിന് വകുപ്പില്ല, അല്ലെങ്കിൽ നേരെ ചുവേ താമസിക്കാനായിട്ട് പലരും ഒരു ടോയ്ലറ്റൊക്കെ ഷെയർ ചെയ്യേണ്ടി വരുന്നു. നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളിലൊക്കെ ജീവിച്ച പിള്ളേരായിരിക്കും. വിദേശത്തേക്കൊക്കെ പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ പോയിട്ട് കാര്യമുള്ളവർ മാത്രം പോവുക. അതുപോലെ സ്കോളർഷിപ്പോ ഒക്കെ കിട്ടിയിട്ട് വലിയൊരു കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു വർക്ക് വിസയിൽ ജോലി ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും നല്ല കോഴ്സ് പഠിച്ചിട്ട് അവിടെ ജോലി കിട്ടി വർക്ക് വിസയിലൊക്കെ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താലും വളരെ നല്ലതാണ്. നിസ്സാരം നേഴ്സുമാർക്കൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നേഴ്സിംഗ് അവിടെ പഠിച്ചാലും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ കാര്യമുള്ള കോഴ്സുകളും കാര്യമുള്ള ജോലികൾക്കും ഒക്കെ പോയാൽ നല്ലതാണ്. പക്ഷെ എങ്ങനെയും പുറത്തെത്തിയാൽ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത്. ഇതുപോലെയുള്ള സ്റ്റുഡന്റ് വിസയിൽ ചെന്ന് അനുഭവിക്കുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ഭാഗം ഇങ്ങനെ പേരൻസിന്റെ നിർബന്ധം കാരണം കയറി ചെല്ലുന്നവരും ഉണ്ട്. അതായത് പിള്ളേർക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല, പക്ഷേ നാട്ടിൽ നിന്നിട്ട് എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് എങ്ങനെയും പുറത്തേക്ക് വിട് എന്നുള്ള ഒരു നിർബന്ധത്തിൽ
ഇങ്ങനെ പുറത്ത് ചെല്ലുന്ന പിള്ളേരും ഉണ്ട്. ഇനിയാണ് ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ കഷ്ടപ്പാടുകളിലേക്ക് പോകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഏകദേശം ഒരേ സാഹചര്യമൊക്കെ ആണെങ്കിലും ഇവിടെ ആൺകുട്ടികൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം അവർക്ക് എന്തായാലും ഒരു ജോലി ചെയ്തിട്ടോ ഒക്കെ മാത്രമേ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലർ ഒരു വഴിയും ഇല്ലാതാകുമ്പോൾ, വളരെ കുറച്ച് ആളുകൾ എല്ലാ വഴികളും അടയുമ്പോൾ അല്ലെങ്കിൽ പട്ടിണി ബാധിക്കാൻ തുടങ്ങുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ചിലർ സ്വന്തം ഇഷ്ടത്തിനുമൊക്കെ പലരുടെയും ചൂഷണത്തിനും പല കാര്യങ്ങൾക്കുമൊക്കെ നിന്നു കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ വില്ലന്മാരായിട്ട് നിൽക്കുന്നത് അവിടുത്തുകാരല്ല. പണ്ടേ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി അവിടെ ഇപ്പോൾ വെൽ സെറ്റിൽഡ് ആയിട്ട് അവർ പണ്ടേ തന്നെ അവിടെ വന്ന് വീടും കാര്യങ്ങളുമൊക്കെ സ്വന്തമാക്കി അല്ലെങ്കിൽ അവർക്ക് വേറെ റെൻറ്റിനൊക്കെ കൊടുക്കുന്ന പ്രോപ്പർട്ടികളുമൊക്കെ ഉണ്ടാവും. അവിടെ അവിടുത്തുകാരും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് വരുന്ന സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ചെല്ലുന്നവരും ഒക്കെ താമസിക്കുന്നുണ്ടാവും. ഇതുപോലെ അവിടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള കുറേയധികം ആളുകൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിക്കുകയോ അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് ചെല്ലുകയോ ഒക്കെ ചെയ്യും. ഈ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ ചിലർ അതൊക്കെ മോശമായിട്ടും ഉപയോഗിക്കാം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, അല്ലെങ്കിൽ വാടക കുറച്ച് തരാം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാം, ഇന്ന ജോലി ശരിയാക്കി തരാം, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിങ്ങനെ പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ സിനിമാ മേഖലയിലൊക്കെ ഇത് ഒരുപാട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവസരങ്ങൾ തരാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തരാം, ഇന്ന സിനിമയിൽ വേഷം തരാം, പക്ഷെ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്നുള്ളൊരു ആരോപണം, ഒരു കോൺസ്പിറസിയൊക്കെ സജീവമാണ്. ഈ കാര്യങ്ങൾ സിനിമാ മേഖലയിൽ മാത്രമൊന്നും നടക്കാൻ സാധ്യതയുള്ളതൊന്നുമല്ല. ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്നവരുടെ കാര്യത്തിൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇവരെ സഹായഹസ്തവുമായി സ്വീകരിക്കുന്ന ഒരുപാട് പേര് ഇവരെ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്. ചിലർ നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ്. ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് സുഖമാണ്, ഒന്നും അറിയണ്ട, പിന്നെ വിശപ്പില്ല, അല്ലെങ്കിൽ നല്ല സൗകര്യത്തിൽ താമസിക്കാം. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സ്വമനസാലെ അല്ല പലരും ചെയ്യുന്നത്, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിട്ടാണ്. നമുക്കറിയാം, നാട്ടിലാണെങ്കിലും ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ പല ആളുകൾക്കും ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഓഫീസിലാണെങ്കിലും ഒക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതിനോ ജോലി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പല മതസ്ഥാപനങ്ങളിൽ പോലും ഇതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒക്കെ ചെയ്തു തരാം, പക്ഷെ ചിലരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ അറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വാല്യൂസ് ഒന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് കയറി പോകാനും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനും ഒക്കെ എളുപ്പവുമായിരിക്കും. ഇവള് തന്നെ പറയുന്നൊരു കാര്യം, ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പല പെൺകുട്ടികളും പ്രത്യേകിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഒരു കൾച്ചർ അവർ കാണുന്നുണ്ട്. അവിടെയൊക്കെ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളത് പോലെയൊന്നും അല്ല അവിടുത്തെ കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. ഓരോരുത്തരും പല രീതിയിലാണ് ജീവിക്കുന്നത്. അവിടെയുള്ളവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ കണ്ടു വളരുമ്പോൾ ഇവർക്കും തോന്നും, ഞങ്ങൾ എന്തിനാണ് ഈ മസിൽ പിടിച്ച് നിൽക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ നാട്ടിലല്ല ഉള്ളത്, ഇവിടെ എന്ത് ചെയ്താലും നാട്ടിലുള്ളവർ അറിയാൻ പോകുന്നില്ല. നാട്ടിലുള്ളവർക്കും അതാണല്ലോ ആവശ്യം. അവരുടെ നാട്ടിൽ ഈ പിള്ളേർ ജീവിക്കുമ്പോൾ അവരെ ഒന്നിനും അനുവദിക്കില്ല. ആരോഗ്യപരമായ ഒരു പ്രണയത്തിന് പോലും ഇവരെ സമ്മതിക്കില്ല. നേരെ മറിച്ച് വിദേശത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നീ എന്തു വായിക്കോ, ഒരു പ്രശ്നവുമില്ല, അവിടെ എന്ത് ചെയ്താലും എന്താ, നാട്ടുകാരറിയില്ലല്ലോ. അതാണ് ആളുകളുടെ ഈ കപട സദാചാരത്തിന്റെ ഒരു മുഖമൂടി എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ സ്റ്റുഡൻറ് വിസയിലൊക്കെ പോയി പെട്ടു നിൽക്കുന്ന ഇതുപോലെയുള്ള കുട്ടികൾ അത്യാവശ്യം സൗന്ദര്യം കൂടെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തിനീ കഷ്ടപ്പാടുകൾ സഹിക്കണം? അവസരങ്ങൾ അവിടെ ഒരുപാടുണ്ട്, ആരും ഒന്നും ചോദിക്കുന്നില്ല, സാഹചര്യങ്ങളുണ്ട്, ഫ്രീഡം ഉണ്ട്. പലരും വഴിതെറ്റി പോവുകയും പിന്നീട് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇവള് ഒരുപാട് കണ്ടതാണ്. എന്നാൽ ഇവർ ഇങ്ങനെ അങ്ങ് ജീവിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്നൊന്നുമല്ല. ഇവളുടെ കാര്യത്തിൽ തന്നെ നടന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഒരാള്, അയാളെ നമുക്ക് വേണമെങ്കിൽ അങ്കിൾ ടോം എന്ന് വിശേഷിപ്പിക്കാം. അയാൾ പണ്ടേ ഒരു നേഴ്സിനെയൊക്കെ കിട്ടി അവിടെ വന്ന് പണ്ടേ തന്നെ സെറ്റിൽഡ് ആയിട്ട്, വീട് മാത്രമല്ല ഇവർക്ക് റെന്റിന് കൊടുക്കുന്ന പ്രോപ്പർട്ടികളുണ്ട്, വലിയ റെന്റൽ ഇൻകം ഒക്കെ മേടിച്ച് ധനികരായിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്ന് പറയാം. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ അവസാനം വേറെ വഴിയില്ലാതെ പറഞ്ഞപ്പോൾ ഇയാളുടെ അടുത്ത് ചെന്നാൽ മതി, എല്ലാം ശരിയാക്കുമെന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത്. വളരെ നല്ലൊരു മനുഷ്യൻ, പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, 19 വയസ്സുമുണ്ട്. അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് മതപ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു പുണ്യാളനാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു നല്ല വ്യക്തി. പക്ഷേ ഇയാള് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ഓരോ അവകാശങ്ങൾ സ്ഥാപിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ താമസിച്ചുള്ളൂ, റെന്റ് ഇത്രയും തന്നാൽ മതി എന്ന് പറയുന്നു. ഇയാൾക്ക് പരിചയമുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ശരിയാക്കി കൊടുക്കുന്നു. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ അവിടെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത് ഇവളുടെ മാത്രം കാര്യമല്ല, പലരുമായിട്ടും ഇവർ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ അടുക്കാനായിട്ട് തുടങ്ങും. ഓരോ ദിവസവും വിളിക്കുന്നു, ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ പിള്ളേരോട് പല കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ റെന്റ് കുറച്ച് തരാം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് വളരെ പ്രായമുള്ള ചില ആളുകൾ പോലും ഇതുപോലെ
+2 കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും ഒക്കെ വന്ന് നിൽക്കുന്ന പല പെൺകുട്ടികളെ പോലും ചൂഷണം ചെയ്യുന്ന സാഹചര്യം അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ റിയാലിറ്റിയാണ്. ഇവളതിൽ ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ കഥകളായിട്ട് അതൊക്കെ പറയാനാണെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരുപാട് പറയാനുള്ളതുണ്ട്. ഇതൊക്കെ ഏറ്റവും ചുരുക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന അങ്കിൾ ടോമിനെ കൊണ്ട്, ആ പേരൊന്നും യാഥാർത്ഥ്യമൊന്നും അല്ല കേട്ടോ, ഞാൻ മാറ്റി പറയുന്നതാണ്. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ ഈ അങ്കിൾ ടോമിനെ കൊണ്ട് ഇവൾക്കത് ഉപകാരപ്രദമായിട്ട് ആ ഒരു അവസരം ഉപയോഗിക്കാനായിട്ട് പറ്റി. ഇയാള് ഈ പെൺകുട്ടിയോട് പല കാര്യങ്ങളുമൊക്കെ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ മോശം രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം ഇവൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവളുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തും സംഭവിക്കാം. ഇനി എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അന്നേരം മാത്രമാണ് ഈ വീട്ടുകാർക്ക് ഒരു സീരിയസ്നെസ് വന്നത്. അങ്ങനെ ഇവൾ തിരിച്ച് നാട്ടിലെത്തുന്നു. ഈ മുടങ്ങിപ്പോയ BCom ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ഒരു നല്ല സന്തോഷ വാർത്തയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവർ തമ്മിൽ ഇപ്പോഴും റിലേഷൻ ഉണ്ട്. അത് ഈ വീട്ടുകാർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അവരിനി കല്യാണം കഴിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അതിൻ്റെ ഒരു ഓൺ ദ വേയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പെണ്ണിന് ഇപ്പോഴും അവളുടെ വീട്ടുകാരോട് ക്ഷമിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഒരാവശ്യമില്ലാതെ ഇവൾ ഇത്രയും വർഷങ്ങൾ അവിടെ ചെന്ന് ഒരു നരക ജീവിതം അനുഭവിച്ചതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആ വീട്ടുകാർക്ക് കാശുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് സോൾവ് ചെയ്യാനും പറ്റിയത്. അല്ലാത്തവരായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ കിടക്കും, വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെ ഒരു 3 വർഷം മുമ്പേ ഈ കഥകളൊക്കെ എനിക്ക് അറിയാവുന്നതും എന്നോട് പറയുന്നതൊക്കെയാണ്. അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു പേജ് തുടങ്ങിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഓരോ റീലായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ടിടുക. കുറെ ആളുകൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടേക്കും. പക്ഷെ നമ്മുടെ നാടാണ്, ഈ പറയുന്ന പോലെ ഒരു പെണ്ണ് തന്നെ ഇതൊക്കെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെതിരെ മോശം കമന്റുകളും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടായിരിക്കും അവളത് ചെയ്തില്ല. പക്ഷെ ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലർക്കെങ്കിലും രക്ഷയാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ കേട്ടതൊന്നും ഒന്നുമല്ല, ഇതിനപ്പുറമുള്ള കാര്യങ്ങളാണ് വിദേശത്ത് പലയിടത്തും നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അതും വിമർശനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.